നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധങ്ങളിൽ പുതിയ സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന ഇന്തോനേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രതിരോധം, തന്ത്രപ്രധാനം, സാമ്പത്തികം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിപ്ലവകരമായ നിരവധി സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മിസൈൽ സംവിധാനങ്ങൾ കൈമാറൽ, നിർണായക ധാതുക്കളുടെ ഖനനം, സമുദ്ര അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയടക്കം ഇരു രാജ്യങ്ങളുടെയും ഭാവി നിർണ്ണയിക്കുന്ന ഒട്ടനവധി നിർണായക വിഷയങ്ങൾ ഈ സന്ദർശനത്തിന്റെ അജണ്ടയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്തോനേഷ്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വിമാനത്തിന് ഇന്തോനേഷ്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് അകമ്പടി സേവിച്ച ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ജക്കാർത്ത വിമാനത്താവളത്തിൽ വെച്ച് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രി മോദിയെ സ്വീകരിച്ചത്. പരമ്പരാഗത സാംസ്കാരിക നൃത്ത ചുവടുകളോടെയുള്ള വൻ സ്വീകരണമാണ് ജക്കാർത്തയിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. പ്രസിഡന്റ് പ്രബോവോയുടെ വ്യക്തിപരമായ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനമെന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള ആത്മബന്ധം വ്യക്തമാക്കുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വായുവിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന അത്യാധുനിക അസ്ത്ര മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ഇന്തോനേഷ്യ തീരുമാനിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്കുള്ള വലിയൊരു അംഗീകാരം കൂടിയാണ് ഇന്തോനേഷ്യയുടെ ഈ നീക്കം. ഇന്ത്യ അടുത്തിടെ വിജയകരമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിലൂടെ അസ്ത്ര മിസൈലിന്റെ അസാധാരണമായ പ്രഹരശേഷിയും കൃത്യതയും ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ വ്യോമസേനയെ ശക്തിപ്പെടുത്താനായി അസ്ത്ര മിസൈൽ സ്വന്തമാക്കാനുള്ള ഇന്തോനേഷ്യയുടെ ഈ നീക്കം. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധത്തിന്റെ ഒരു പ്രധാന തൂണായി പ്രതിരോധ സഹകരണം ഇതിനോടകം മാറിയിട്ടുണ്ട്. സംയുക്ത സൈനിക അഭ്യാസങ്ങളിലൂടെയും പ്രതിരോധ സഹകരണത്തിലൂടെയും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വളർന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്തോനേഷ്യ ഇന്ത്യയുടെ തദ്ദേശീയ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ സ്വന്തമാക്കിയത്. നിലവിൽ ഇന്തോനേഷ്യയുടെ പക്കലുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ശേഖരം ഇനിയും വർദ്ധിപ്പിക്കാനും കൂടുതൽ ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനും ഇന്തോനേഷ്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നതാണ് ഈ പ്രതിരോധ ഇടപാടുകൾ. നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനായി ഇന്തോനേഷ്യയിലെ സ്റ്റീൽ, നിക്കൽ, അപൂർവ ധാതുക്കൾ കൊണ്ടുള്ള പെർമനന്റ് മാഗ്നറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യ നിക്ഷേപം നടത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. മറ്റൊരു സുപ്രധാന നീക്കമായി ഇന്തോനേഷ്യയ്ക്കായി പ്രത്യേക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കുന്നതിന് ഇന്ത്യ പിന്തുണ നൽകാൻ പദ്ധതിയിടുന്നതായും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് മാതൃകയ്ക്കുള്ള വലിയൊരു അംഗീകാരമായിട്ടാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ചില അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും ഇരു രാജ്യങ്ങളും കൈകോർക്കുകയാണ്. സബാങ് തുറമുഖ വികസനമാണ് അതിലൊന്ന്. മലാക്ക കടലിടുക്കിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പോർട്ട് പ്രോജക്റ്റിൽ നിന്ന് വെറും 100 മൈൽ മാത്രം അകലെയുള്ളതുമായ സബാങ് തുറമുഖം ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കും. വ്യവസായ മേഖലയ്ക്ക് കരുത്ത് പകരാൻ ഇന്തോനേഷ്യയിലെ സ്റ്റീൽ, നിക്കൽ, അപൂർവ ധാതുക്കൾ കൊണ്ടുള്ള പെർമനന്റ് മാഗ്നറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യ വലിയ നിക്ഷേപം നടത്തുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു നാഴികക്കല്ലാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സന്ദർശനം ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള വിശ്വാസവും ദീർഘകാല സൗഹൃദവും കൂടുതൽ ദൃഢമാക്കുന്നതിനൊപ്പം പല മേഖലകളിലും സഹകരണത്തിനുള്ള പുതിയ വഴികളും ഇത് തുറന്നു നൽകുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി എക്സിൽ കുറിച്ചത്. പതിവായുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളും ഉന്നതതല കൂടിക്കാഴ്ചകളും വഴി ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ആത്മബന്ധം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകുമെന്ന് ഉറപ്പാണ്.